അമേരിക്കയുമായുള്ള 6ാം ഘട്ട ആണവ ചർച്ചയിൽ നിന്നും പിന്മാറി ഇറാൻ. വിമാനാപകടം ഇന്ത്യൻ ദുഃഖത്തിൽ പങ്കുചേർന്ന് ഒമാനും. ഖരീഫ് സീസൺ ദോഫാറിൽ മ്യൂസിയം, 3 സ്റ്റാർ ഹോട്ടലുകൾ തുറന്നു. ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകളുമായി ഗൾഫ് അപ്ഡേറ്റ്സ് തുടങ്ങുന്നു. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ brought to you by ഷാഹി ഫുഡ്സ് ആൻഡ് സ്പൈസസ്, പവർഡ് ബൈ പുരുഷോത്തം കഞ്ചി എക്സ്ചേഞ്ച്. യുഎസുമായുള്ള 6ാം ഘട്ട ആണവ ചർച്ചയിൽ നിന്നും ഇറാൻ പിന്മാറി. ആണവ കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടുള്ള ഇസ്രയേൽ ആക്രമണങ്ങളുടെ പശ്ചാത്തലത്തിലാണ് ഇറാന്റെ തീരുമാനം. അമേരിക്കയുമായുള്ള ആണവ ചർച്ച ഞായറാഴ്ച മസ്കത്തിൽ നടക്കുമെന്ന് റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. എന്നാൽ ചർച്ചകളിൽ നിന്ന് ഔദ്യോഗികമായി തെഹ്റാൻ പിന്മാറുമെന്ന് ഇറാനിയൻ സ്റ്റേറ്റ് ലിങ്ക്ഡ് മീഡിയ റിപ്പോർട്ട് ചെയ്തു. അതേസമയം ഇറാനിൽ ഇസ്രയേൽ നടത്തിയ വ്യോമാക്രമണത്തെ ഒമാൻ ശക്തമായി അപലപിച്ചു. പരമാധികാര സ്ഥാപനങ്ങളെ ലക്ഷ്യം വെച്ചുള്ള ഈ ആക്രമണം അപകടകരവും വീണ്ടും വിചാരമില്ലാത്തതുമായ നീക്കമാണെന്നും ഇത് നിരവധി പേരുടെ മരണത്തിന് കാരണമായെന്നും ഒമാൻ പ്രസ്താവനയിൽ പറഞ്ഞു. ഐക്യരാഷ്ട്രസഭാ ചാർട്ടറിന്റെയും അന്താരാഷ്ട്ര നിയമങ്ങളുടെയും വ്യക്തമായ ലംഘനമാണ് ഈ നടപടിയെന്നും ഒമാൻ സുൽത്താനേറ്റ് ചൂണ്ടിക്കാട്ടി. ഇത്തരം ആക്രമണങ്ങൾ സമാധാന ശ്രമങ്ങളെ തകർക്കുകയും മേഖലയുടെ സ്ഥിരതയ്ക്ക് ഭീഷണിയാവുകയും ചെയ്യുമെന്ന് ഒമാൻ മുന്നറിയിപ്പ് നൽകി. ഇന്ത്യയെ നടുക്കിയ അഹമ്മദാബാദ് വിമാനാപകടത്തിൽ അനുശോചനം രേഖപ്പെടുത്തി ഒമാൻ. വിമാനാപകടത്തിൽ മരിച്ചവരുടെ കുടുംബങ്ങൾക്കും ഇന്ത്യൻ സർക്കാരിനും ജനങ്ങൾക്കും അനുശോചനം അറിയിക്കുകയാണെന്നും പരിക്കേറ്റവർ വേഗത്തിൽ സുഖം പ്രാപിക്കട്ടെയെന്നും വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയിൽ അറിയിച്ചു. സുൽത്താൻ ഹൈതം ബിൻ താരിഖും ഇന്ത്യക്ക് ഹൃദയംഗമായ അനുശോചനം രേഖപ്പെടുത്തി. മരിച്ചവരുടെ കുടുംബങ്ങൾക്കും ഇന്ത്യയിലെ ജനങ്ങൾക്കും അഗാധമായ ദുഃഖവും അനുശോചനവും അറിയിക്കുകയാണെന്ന് സുൽത്താൻ ഇന്ത്യൻ പ്രസിഡന്റ് ദ്രൗപദി മുർമുവിന് അയച്ച സന്ദേശത്തിൽ പറഞ്ഞു. സർദാർ വല്ലഭായ് പട്ടേൽ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്ന് പറന്നുയർന്ന് മിനിറ്റുകൾക്കകം എയർ ഇന്ത്യ ബോയിംഗ് 787 വിമാനം തകർന്നു വീഴുകയായിരുന്നു. യാത്രക്കാരിൽ 241 പേരും മരിച്ചതായാണ് റിപ്പോർട്ട്. ഖരീഫ് സീസണിന് മുന്നോടിയായി പുതിയ സൗകര്യങ്ങൾ ദോഫാർ ഗവർണറേറ്റിൽ തുടങ്ങി. ദോഫാർ പ്രൈവറ്റ് മ്യൂസിയം, മിർബത്തിലെ 84 മുറികളുള്ള ഒരു 3 സ്റ്റാർ ഹോട്ടൽ, സലാലയിലെ 216 മുറികളുള്ള ഒരു ആഡംബര സർവീസ്ഡ് അപ്പാർട്ട്മെന്റ് സമുച്ചയം എന്നിവയാണ് ഇതിൽ ഉൾപ്പെടുന്നത്. പൈതൃക ടൂറിസം മന്ത്രാലയത്തിന്റെ നേതൃത്വത്തിലാണ് പുതിയ ടൂറിസം പദ്ധതികൾ ഉദ്ഘാടനം ചെയ്തത്. ഇതോടെ ദോഫാറിലെ ലൈസൻസുള്ള ടൂറിസം സ്ഥാപനങ്ങളുടെ ആകെ എണ്ണം 100ആയി. സന്ദർശക സേവനങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനായി അൽ റഫ ബീച്ച് മാർക്കറ്റിൽ ഒരു പുതിയ ടൂറിസ്റ്റ് ഇൻഫർമേഷൻ സെന്ററും തുറന്നു. വ്യത്യസ്തമായ മൺസൂൺ കാലാവസ്ഥയാണ് ദോഫാറിനെ വിവിധ ലോകരാജ്യങ്ങളിൽ നിന്നുള്ള സന്ദർശകരെ ആകർഷിക്കുന്ന ഒരു പ്രധാന സ്ഥലമാക്കി മാറ്റുന്നത് എന്ന് ഗവർണറേറ്റിലെ പൈതൃക ടൂറിസം ഡയറക്ടർ ജനറൽ ഖാലിദ് അബ്ദുള്ള അൽ അബ്രി പറഞ്ഞു. ഈദ് അവധിക്കാലത്ത് നിസ്വ വിലായത്തിൽ മുവാസലാത്ത് ബസിനെ ആശ്രയിച്ചത് 4200-ലധികം യാത്രക്കാർ. ജൂൺ 5 മുതൽ 8 വരെയുള്ള ദിനങ്ങളിലാണ് ഇത്രയും ആളുകൾ ബസിനെ ആശ്രയിച്ചത്. പൊതുഗതാഗത സംവിധാനം തിരക്ക് കുറയ്ക്കുന്നതിലും തിരക്കേറിയ സമയങ്ങളിൽ സൗകര്യപ്രദമായ യാത്രാ ഓപ്ഷനുകൾ വാഗ്ദാനം ചെയ്യുന്നതിലും വർദ്ധിച്ചുവരുന്ന പൊതുജന അവബോധത്തെയാണ് ഈ വർധനവ് പ്രതിഫലിപ്പിക്കുന്നത് എന്ന് അധികൃതർ വ്യക്തമാക്കി. ഇതോടുകൂടി ഇന്നത്തെ ഗൾഫ് അപ്ഡേറ്റ്സ് പൂർണ്ണമാകുന്നു. നമസ്കാരം. ഗൾഫ് അപ്ഡേറ്റ്സ് നിങ്ങളുടെ വാട്സാപ്പിൽ ലഭിക്കുന്നതിന് നിങ്ങളുടെ പേരും സ്ഥലവും 96201150 എന്ന നമ്പറിലേക്ക് വാട്സാപ്പ് മെസ്സേജ് അയക്കൂ. ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ brought to you by ഷാഹി ഫുഡ്സ് ആൻഡ് സ്പൈസസ്, പവർഡ് ബൈ പുരുഷോത്തം കഞ്ചി എക്സ്ചേഞ്ച്.